അർത്ഥവത്തായ എല്ലാ മാറ്റങ്ങളും തുടങ്ങുന്നത് അകമേ നിന്നാണ്. മറ്റുള്ളവരുടെ കയ്യടിക്കായി ആഗ്രഹിക്കുന്ന ഇന്നത്തെ ലോകത്ത് സ്വയം കാണപ്പെടുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യവുമായി അലൈൻഡായി സംയോജിച്ച് നീങ്ങുന്നതായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ചുറ്റുമുള്ള ബഹളങ്ങളോടല്ല, മറിച്ച് സത്യത്തോടാണ് പ്രതികരിക്കുന്നത്. ഈ സത്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ നിന്ന്, വാലിഡേഷനിൽ നിന്നല്ല ജനിക്കുന്നത്, മറിച്ച് അകമയുള്ള ലോകവുമായുള്ള സംയോജിപ്പിലാണ്, ഇന്നർ അലൈൻമെന്റിലാണ്. ഈ ഇന്നർ അലൈൻമെന്റ് സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും ഉദ്ദേശങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ്. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന റിയാലിറ്റിയെ നമ്മുടെ അകമയുള്ള ലോകം പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിവുകളും കഴിഞ്ഞ കാലവും മറ്റുള്ളവരുടെ പ്രതീക്ഷകളും നമ്മെ സ്വാധീനിക്കാതിരിക്കുമ്പോഴാണ് ഈ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. പുറമേ നിന്നുള്ള വാലിഡേഷൻ സത്യത്തിലൊരു പെർഫോമൻസ് ട്രാപ്പാണ്. അത് നമ്മെ റിസൾട്ടിൽ, മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിൽ അല്ലെങ്കിൽ അംഗീകാരത്തിൽ സ്റ്റക്കായി നിർത്തുന്നു. ഇവയെ ആശ്രയിച്ച് നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല. എന്നാൽ ഇന്നർ അലൈൻമെന്റ്, നമ്മുടെ അകമയുള്ള ലോകവുമായുള്ള സംയോജിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പുറമേയുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഉള്ളത്. ഇവിടെ നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ നിശബ്ദരായി പടുത്തുയർത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്നർ കോമ്പസുമായി ട്യൂണിൻ ചെയ്യാൻ ആരംഭിക്കുന്നു. ഇങ്ങനെയുള്ള നിലനിൽക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി സത്യസന്ധതയും ധൈര്യവും ആവശ്യമാണ്. ഈ യാത്രയിൽ പല ആളുകളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടേക്കാം. നമ്മെ സേഫായി നിലനിൽക്കാൻ സഹായിച്ചിരുന്ന, നമ്മൾ ഫോളോ ചെയ്തിരുന്ന പല ശീലങ്ങളും റുട്ടീൻസും നമ്മുടെ പല പ്രത്യേകതകളും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ ഊർജത്തെ ഡ്രെയിൻ ചെയ്ത, ചോർത്തിക്കളയുന്ന സാഹചര്യങ്ങളോട് നോ പറഞ്ഞ സന്ദർഭങ്ങൾ, നിങ്ങളെ തന്നെ കണ്ടെത്തുന്നതിനായി മറ്റാരും ഉണരുന്നതിനു മുൻപ് ഉണർന്ന ദിവസങ്ങൾ, ഇവയെല്ലാം വലിയ സംഭവങ്ങളായി കണക്കാക്കപ്പെട്ടില്ലെങ്കിലും ഇവയെല്ലാം നിങ്ങളുടെ ബിക്കമിങ്ങിന്റെ, ട്രാൻസ്ഫോർമേഷനിന്റെ നിമിഷങ്ങളായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഇന്നർ വേൾഡുമായി നിങ്ങൾ അലൈൻഡ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. വ്യത്യസ്തമായ ഒരു എനർജി നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് യോജിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും അവസരങ്ങളെയും നിങ്ങൾ ആകർഷിക്കുന്നു. ഇതിനേക്കാളെല്ലാം ഉപരിയായി നിങ്ങൾക്ക് സമാധാനം അനുഭവപ്പെടുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾക്കെതിരായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇന്നർ ട്രാൻസ്ഫോർമേഷൻ പ്രൊആക്റ്റീവ് ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഭാവി റിയാലിറ്റിയെ ആ ഒരു വ്യക്തിയായി കാണപ്പെടാൻ ശ്രമിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങളുടെ ഇരയായി ജീവിതം നയിക്കാതെ. തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ തങ്ങളുടെ കഴിഞ്ഞുപോയ കാലം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഇത് സാധ്യമാക്കുന്നത്, തങ്ങളുടെ കുറവുകളുമായി സമാധാനം കണ്ടെത്തുന്നതുകൊണ്ടാണ്. മാറ്റങ്ങൾ എളുപ്പമല്ലെങ്കിലും അതിന്റെ തുടക്കം എന്നത് നമുക്ക് സഹായകരമല്ലാത്ത കാര്യങ്ങളെ പതുക്കെ ഉപേക്ഷിക്കുന്നതാണ്. നമ്മുടെ തലയുടെ അകത്തുള്ള സ്വരങ്ങൾ, നമ്മുടെ ചിന്തകൾ നമ്മുടെ വിശ്വാസങ്ങളായി മാറുന്നു. ഈ വിശ്വാസങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളും വ്യക്തിത്വങ്ങളുമായി മാറുന്നു. അതുകൊണ്ട് സെൽഫ് ടോക്ക്, നമ്മൾ സ്വയം പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഇന്നർ ഡയലോഗ് സത്യമല്ലെങ്കിൽ പോലും അത് നമ്മുടെ സെൽഫ് ഇമേജിനെ ഫ്രെയിം ചെയ്യുന്നു. പക്ഷേ നല്ലൊരു കാര്യം എന്നത് ഈ ഇന്നർ ഡയലോഗിനെ, സ്ക്രിപ്റ്റിനെ മാറ്റി എഴുതാം, റീവയർ ചെയ്യാമെന്നതാണ്. ആദ്യമൊക്കെ അത് അസ്വാഭാവികമായി തോന്നിയാലും പല ആവർത്തനത്തിലൂടെ അവ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കുവാനും സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സഹായിക്കുന്നു. ഇത് പ്രത്യേകമായും ആവർത്തിക്കേണ്ടത് നമുക്ക് നന്നായി തോന്നുമ്പോഴല്ല, മറിച്ച് നെഗറ്റീവായി, ലോ മൂഡിലായിരിക്കുമ്പോഴാണ്. ആ ഒരു പഴയ സ്വരം, ചിന്തകൾ നമ്മെ ടേക്ക് ഓവർ ചെയ്യാൻ, നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇതിനർത്ഥം നമ്മളല്ലാത്ത ഒരു കാര്യം നമ്മളാണ് എന്ന് പറയുന്നതല്ല, മറിച്ച് ഈ നെഗറ്റീവ് ചിന്തകളുമായി ഐഡന്റിഫൈ ചെയ്യാതിരിക്കുന്നതാണ്. ഞാനൊരു ഭയമുള്ള വ്യക്തിയാണെന്ന് പറയുന്നതിനു പകരം എനിക്ക് ഭയം തോന്നുന്നു എന്ന് പറയാം. ഇങ്ങനെ നമ്മളവയെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നവരാകുന്നു. നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്വരത്തിൽ നിന്നും വേർതിരിക്കുന്നു. ഇത് അവബോധത്തിന്, അവയർനെസ്സിന് കാരണമാകുന്നു. ഈ അവബോധമാണ് ട്രാൻസ്ഫോർമേഷന്റെ ആദ്യത്തെ പടി. മനഃപൂർവ്വമുള്ള ഇന്റൻഷനലായ പ്രാക്ടീസിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഓരോ ചിന്തകൾ വരുമ്പോഴും ഒന്ന് പോസ് ചെയ്ത് സ്വയം ചോദിക്കാം, ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്നെ
വളർത്തുന്നതാണോ അതോ പിന്നിലോട്ട് വലിക്കുന്നതാണോ? സക്സസ്ഫുള്ളായ പല ആളുകളും ഇവ മാസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്. അതവർക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകാത്തതുകൊണ്ടല്ല, മറിച്ച് അതിൽ നിന്നും സ്വയം പുറത്തേക്ക് നയിക്കാൻ അവർക്ക് കഴിയുന്നതുകൊണ്ടാണ്. ആദ്യം വരുന്ന ചിന്തയെ അവസാന വാക്കായി അവർ കണക്കാക്കുന്നില്ല. അവയെ അവർ വിശ്വസിക്കുന്നില്ല. അവർ ഈ ചിന്തകളെ ചോദ്യം ചെയ്യുന്നു. വളരെ പരിഗണനയോടെ സ്വയം സംസാരിക്കുന്നു. നമ്മൾ നമ്മളിലേക്ക് ഫീഡ് ചെയ്യുന്ന ചിന്തകളാണ് നമ്മൾ പുറമേയുള്ള ലോകത്തിൽ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് തീരുമാനിക്കുന്നത്. നമ്മളായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പോലെ ഐ ആം ഇനഫ്, ഞാൻ മതിയായവനാണ് എന്ന പോലെ സംസാരിക്കാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാനും നമ്മുടെ നടപ്പിലും ഭാവത്തിലും മാറ്റങ്ങൾ വരുവാനും സഹായിക്കുന്നു. നമ്മുടെ ഇന്നർ ഡയലോഗിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്ക് അത് കാണാൻ സാധിച്ചില്ലെങ്കിലും അത് നമുക്ക് സ്വയം ആഴത്തിൽ അനുഭവപ്പെടാൻ സാധിക്കുന്നു. അത് നമ്മെ സ്റ്റിൽനെസ്സിലേക്ക് നയിക്കുന്നു. ഈ സ്റ്റിൽനെസ്, നിശ്ചലത ട്രാൻസ്ഫോർമേറ്റീവാണ്. സ്റ്റിൽനെസ്സിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ അത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങൾ വാ തുറക്കുന്നതിനേക്കാൾ മുൻപ്, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ മുൻപ് ഒരു സൈലന്റ് അംബാസഡറിനെ പോലെ അത് നമ്മളായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ വിശ്വാസങ്ങൾ, സ്വയം പരിഗണന എന്നിവയെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒന്നും പറയാതെ തന്നെ അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന എനർജി നമ്മുടെ മൂഡല്ല, മറിച്ച് അത് നമ്മുടെ ചിന്തകളുടെ, വികാരങ്ങളുടെ, ശീലങ്ങളുടെ, സാഹചര്യങ്ങളുടെ, പ്രധാനമായും നമ്മുടെ സ്വയം അവബോധത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മൾ നിരന്തരം കുറവിൻ്റെ, ഭയത്തിൻ്റെ, കമ്പാരിസണിൻ്റെ, സംശയത്തിൻ്റെ അവസ്ഥയിൽ നിലനിന്നാൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട ഫ്രീക്വൻസിയെ പ്രതിധ്വനിക്കുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണുള്ളതെന്ന് അനുഭവിക്കാൻ, ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. എനർജി ഒരിക്കലും കള്ളം പറയുന്നില്ല. ചില ആളുകൾ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്നു. ഇതവർ അട്രാക്റ്റീവ് ആയതുകൊണ്ടോ ഫ്ലാഷി ആയതുകൊണ്ടോ അല്ല, മറിച്ച് അവരുടെ എനർജി സ്റ്റഡിയാണ്. അവർ ഇന്നർ അലൈൻമെൻറ്റിലാണ് എന്നതുകൊണ്ടാണ്. അവരാരാണെന്ന് അവർക്കറിയാം. അവർ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവരെങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കുന്നു. അതിന് ഇന്നർ വർക്ക് ആവശ്യമാണ്. ആഴമേറിയ സ്വയം അറിവ് ആവശ്യമാണ്. അത് പുറമേയുള്ള വാലിഡേഷൻ അന്വേഷിക്കാതിരിക്കാൻ കാരണമാകുന്നു. ഒതന്റിക്കായ എനർജി എന്നത് പോസിറ്റീവ് ആയിരിക്കുന്നതിൽ മാത്രമല്ല, അത് റിയൽ ആയിരിക്കുന്നതിലും അകമയുള്ള ലോകവുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നതിലും, ഞാൻ എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള സത്യസന്ധതയും ഞാൻ എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് ഇൻറ്റൻഷനലായി ഇരിക്കുന്നതിലുമാണ്. ഇതിൻ്റെ തുടക്കം അവയർനെസ്സിലാണ്. ആരുമില്ലാത്തപ്പോൾ ഞാൻ എന്തു ചിന്തിക്കുന്നു? ഏത് വികാരങ്ങളാണ് എന്നിലൂടെ നിരന്തരം കടന്നു പോകുന്നത്? എന്ത് കഥകളാണ് ഞാൻ എന്നോട് തന്നെ നിരന്തരം പറയുന്നത്? നമ്മളിൽ ഡോമിനൻ്റായി നിൽക്കുന്ന എനർജി നമ്മുടെ ഐഡൻറ്റിറ്റിയായി മാറുന്നു. ഭയത്തിൻ്റെ അവസ്ഥയിൽ അർത്ഥവത്തായ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് മറ്റുള്ളവരുമായി ആഴത്തിൽ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഊർജം ചോർന്നു പോയ അവസ്ഥയിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ എനർജി മികച്ച രീതിയിൽ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറ്റാർക്കും അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ മൂല്യങ്ങളുമായും, വാക്കുകളെ നമ്മുടെ സത്യവുമായും, ചിന്തകളെ നമ്മുടെ വീക്ഷണങ്ങളുമായും അലൈൻ ചെയ്യുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഒരു എനർജി റേഡിയേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ആളുകൾ അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവർക്കത് സേഫായി അനുഭവപ്പെടാനും കൂടുതൽ തുറവിയുള്ളവരും കൂടുതൽ പ്രചോദിതരാകുവാനും കാരണമാകുന്നു. അത് കഠിനമായി പരിശ്രമിക്കുമ്പോഴല്ല സാധ്യമാകുന്നത്, മറിച്ച് സ്വയം സത്യസന്ധത പുലർത്തുമ്പോഴാണ്. ഇത് അലകളായി മറ്റുള്ളവരിലേക്ക് എത്തുന്നു, നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ. നിങ്ങൾ നിങ്ങളെ തന്നെ വളർത്തുന്നത് സ്പോട്ട്ലൈറ്റിലല്ല, മറിച്ച് സ്വയം ഡിസിപ്ലിനിലൂടെയാണ്, പ്രസൻസിലൂടെയാണ്, ആന്തരിക സ്വരത്തെ മാസ്റ്റർ ചെയ്തുകൊണ്ടാണ്, സ്റ്റിൽനെസ്സിലായിരുന്നു കൊണ്ട്, എനർജിയുമായി അലൈൻ ചെയ്തുകൊണ്ടാണ്.